ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു, പക്ഷെ ചെറുതല്ല, വലിയൊരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എമർജിങ് ഫീൽഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആസ് യു ഓൾ നോ, വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. കുറേ കാര്യങ്ങളുണ്ടാവും അത് എമേർജിങ് ആവാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഹാർഡ്വെയറിലുള്ള ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ സോഫ്റ്റ്വെയറിലുള്ള പൈത്തണും ആർ പോലുള്ള ലാംഗ്വേജിൻ്റെ, ഓപ്പൺ സോഴ്സ് ലാംഗ്വേജസിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, അങ്ങനെ ഒരുപാട് ശാഖകളാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഇൻ്റലിജൻറ്റ് വേൾഡ് എന്ന് പറയുന്നത് വളരെ വിദൂരമല്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന, അതിലുള്ള മിക്കവാറുള്ള ജോലി മുഴുവനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിരിക്കും. ഇൻ്റലിജൻറ്റ് പ്രോഗ്രാംസ് ആണ് ഇനി എല്ലാ മെഷീൻസിലും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറകിലോട്ട് നിൽക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറും പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിനെ ഒട്ടും പുറകിലെ നിന്ന് നോക്കി കാണുകയല്ല വേണ്ടത്, അതിലോട്ട് ഇറങ്ങാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ലേണിങ്ങും അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ML സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ക്ലൗഡിലുള്ള ഒരു പാക്കേജ് ഉണ്ട്, അതിനെ പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരു കുറച്ച് കമ്പ്യൂട്ടർ അറിയുന്ന, എസ്പെഷ്യലി BCA BSc ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ മെഷീൻ ലേണിങ്ങും അതുപോലുള്ള ടൂൾസ് എങ്ങനെ ഉപയോഗപ്പെടുത്താനാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ തരിക. എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സഹായം കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഈ ടോപ്പിക് എടുക്കുന്ന സരിത ടീച്ചറാണ്. കുറേ കാലമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഇപ്പം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട് കുറേ കാലമായിട്ട് വളരെയേറെ അധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് സമയത്ത് ഒരു FDP ചെയ്തു. അത് മൈക്രോസോഫ്റ്റുമായിട്ട് ചേർന്നിട്ടുള്ളൊരു FDP ആയിരുന്നു. അപ്പോൾ അവരുടെ ML സ്റ്റുഡിയോ എന്നുള്ള വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ട് കണ്ടു. അത് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല, സരിത ടീച്ചറിനെ സ്വാഗതം ചെയ്യട്ടെ. കൂടാതെ ഈ ഒരു ചെറിയൊരു സെഷനിൽ പങ്കെടുക്കുന്ന അധ്യാപകർ അജിത് ടീച്ചറുണ്ട്, ശ്യാം സാറുണ്ട്, അതുപോലെ BCA BSc MSc ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആ സെഷനായിട്ട് മുന്നോട്ട് പോകാം. സരിത ടീച്ചറിനെ ക്ഷണിച്ചോളൂ. ഓക്കെ സരിത. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഇത് ഞാൻ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, കുട്ടികൾ പറയട്ടെ. കുട്ടികൾക്ക് എന്താണ് താല്പര്യം, മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? ഹലോ, ഒരു മിക്സഡ് മോഡായിരിക്കും നല്ലത്. ഓക്കെ, ശരി. This is an introduction to artificial intelligence, and first I will say what are the scope of this subject, and second I will say what is the algorithm, just an introduction to the algorithm, and third I say how you can implement it in your computer. It is not required that you require a very high specification computer for implementing artificial intelligence, but what is available in the Google Cloud and also in the Microsoft Azure Cloud, you can use it and for free. That is it. It is very important that you can use it for free. So you can use it. That is the main point I have to stress on. You can use it. Okay. And now I'll just say what is the
an introduction to artificial intelligence. Artificial, what is the scope and how it is growing? This area is now growing. Okay. So artificial intelligence is the technology of tomorrow. And what does artificial intelligence? Artificial means what something made by human beings rather than occurring naturally. And intelligence means ability to acquire and apply knowledge and skills. First, you must know that it is not a comparison, but when we train for the network, you can see that the network can make things do by its own intelligence, not by comparison. That is very important. So it can give results even though the data is not known to it, or for unknown data. That is what makes it different from other computer algorithms. So that is what we are trying to give to the machine. Okay. So intelligence means the capacity to learn and solve problems. We will make them study how to learn solve problems or learn. You will give different examples to the machine and make it learn. And after learning, it can take its own decision. That is what that we do in artificial intelligence. So artificial intelligence is a simulation of human intelligence by machines. It includes the ability to solve problems, to ability to act rationally, and ability to act like humans. So when humans do, there are situations in which humans has to take decisions, then artificial intelligence can also take decisions whenever it is required. So why artificial intelligence? The artificial intelligence helps a lot of process. That is, it is intelligent automation, again adding to labor, capital. And when you are using intelligent machines, they can reduce the labor, which is giving high capital, and also collaborative innovation, everything, boosting the economy and new and exciting solutions for your problems, and also it can be used everywhere in life. That is why we are going for artificial intelligence. And where is artificial intelligence? You may say, where is artificial intelligence? Artificial intelligence is everywhere. Whenever you go for a Google search, there is artificial intelligence. Whenever you are dealing with your washing machine, there is artificial intelligence. Then again, when you make a trip, there is artificial intelligence. When you go for the YouTube, you are selecting for some kind of YouTube channels, again it is giving the same channel that is of your interest. That is artificial intelligence. Whatever you do in the Facebook, in the again in the Hotstar, everywhere you can see that. When you are playing uh, 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 your audio player with an Alexa app, then you can see that there is artificial intelligence. The artificial intelligence become a part and parcel of your life. Whether you are knowing it or unknowingly, you are using it every day in every life. That is, you can see artificial intelligence everywhere. And there is an application, there is a very varied applications of AI. Everywhere you can see that, in the automobile, in the finance, surveillance, social media, entertainment, education, space, everywhere you can see that we can use artificial intelligence, or there is artificial intelligence. What AI can do and cannot do. It can do a lot of things. That is, decide if a bulb is working or not, or sympathize with humans, differentiate between drawings of circles and rectangles, manage a workshop with various different machines, compare output value of system to a target value, get a job in a multinational company, identify compatibility with a machine among various parts, and everything you can see that in every walk of life, you can see that there is intelligence. And what Andrew Ng said, Andrew Ng is the pioneer and who was the Google brain head, and also he was the founder of Baidu app.
he says that how electricity has become part and parcel of our life. That is how intelligence is going to be in the future. So that is what is happening around you. So you know that electricity is a very most important thing in our life. In the same way, intelligence will play a very important role in your life in the coming future. Okay, so machine learning. Learning is any process by which the system improves performance from experience. That is very important. It improves the performance from experience. That means if you can give more and more data to your network, then it can improve its performance. Okay, and machine learning is concerned with computer programs that automatically improve their performance through Herbert-Simon experience. That is what you do in a machine. Learning means it is something which we improve through experience. Similarly, machine learning means you have to make the computer learn from experience. Okay, now you have seen that there are different ways, that is you must be hearing all these things. What is, you may be confused with these things. What is artificial intelligence, what is machine learning, and what is deep learning? You must know artificial intelligence means giving intelligence to a machine. That is artificial intelligence. Any technique that enables a machine to mimic intelligence is artificial intelligence. But you can see that this can be made possible only with the help of a machine. Okay, that is, you make the computer learn. That means you provide algorithms, and that is whenever you go for learning, you must adopt, because the complexity of the algorithm is very large, and common people cannot do the mathematics behind it. So what we do is that we sought the help of a machine to learn. So whenever we sought the help of the machine to learn, then we say that it is a machine learning. And deep learning is one of the algorithms that helps the machine to learn. Any algorithm that helps the machine to learn is a machine learning algorithm, or machine learning comes under, and deep learning is one of them. And what is important about deep learning is that this is the fast growing branch in artificial intelligence. Nowadays, this is the fast growing, and every machine learning algorithm, you can see that it is converged to deep learning. So that is why whenever we talk about artificial intelligence, we can also hear about deep learning, because most of the algorithm now is developing is based on deep learning. Okay, so this is artificial intelligence, and one of the algorithm is deep learning. And what is the difference between AI and ML? You can see AI stands for artificial intelligence, where intelligence is defined as acquisition of knowledge. Intelligence is defined as an ability to acquire and apply knowledge. Whereas ML stands, which is defined as the acquisition of knowledge or skill. Aim is to increase the chances of success, but here the aim is to increase the accuracy, but it does not care about success. It works as a computer program that does smart work. It is simple concept of machine takes data and learn from data. And the goal is to simulate natural intelligence to solve complex problems. And the goal is to learn from data on certain tasks to minimize the performance of machine on this task. AI is decision making. ML allows system to learn new things from data. Okay, always whenever you go for machine learning, you can see that you can update, or whenever new data comes in, you can always update the learning experience, or you can increase the experience of the machine and make the performance of the machine better. This can be done in machine learning. So what is the pipeline? First one is that data is very important for machine learning. How much data you can collect, then the accuracy of machine learning is very high. So first one is collect the data.
then you store the data, and again you enrich your data. So what are the circumstances in through which whenever you collect the data, if you are saying that you have a set of images, then you have the images of cats and dogs, etc., animals, and how much data you can collect of these animals, then that gives a better performance for the machine performance in machine learning. So you can also enrich the data, you can add noise to the data and make that data to be applied to machine learning. And then how much data processing of the data is very important. Then data, how much data is available for training, that is also important. And when if you have sufficient data for still training, you can apply to the training, and then you can visualize what is the output. So you must know that whenever you do machine learning, you need to at least two set of data. One is for the training and the other is for test. And the training data you are giving for training, and testing data. At the time of training, we are not giving the testing data to the machine. Only after training, we are giving the testing data. This testing data is completely different data that is from that is not used for training. So if you have a large data, then you split the data into two. One is the training data and the other is the testing data. So the testing data is not for training. Okay. And there are market opportunities, everything. You can see that the stock market prediction, everything in the new era is based on artificial intelligence, and the career in and the opportunities in artificial intelligence is varied and it is wide also. So it is predicted that after this COVID pandemic, you can see that there is a 40% increase in the career opportunities in AI. That is predicted after this COVID pandemic. You can see that this is the opportunities. From 2015, you can see that the job opportunities are by 2024. You can see that there is a very high opportunity in AI. So, and you can see that in the Asia Pacific region, these opportunities are very large. Okay, so that is the opportunity that is looking forward for you. So, if you are working in artificial intelligence, the career is, you can see that your career is the best career, I can say like that, because after it is also mentioned uh, in the literature, or you can see in the literature, that after this doctor, the highly paid persons are the doctors. After the doctors, the artificial intelligence scientists are going to have the a very high pay or income. So that is the scope of the subject. So you can see by 2025 there will be 20%, 29 percentage to more than 50% jump in career opportunity. So this is what is predicted. Okay, by 2025, that means the 2025, you are the people that are seeking jobs, and the opportunity in artificial intelligence is very large. So and you can see that you can have artificial intelligence in and everywhere. Okay, and there are real life projects, intelligent virtual assistants like us and Alexa, Siri, etc. And also smart visual assistants. Also, there are other smart developer conference, that is Cortana. These are all there, and now we are looking forward for more and more applications in AI. So the first one you can see is the Roomba. Roomba is a vacuum cleaner. Now you can see that you can also buy this one.
and it is a flow vacuum cleaner, intelligent vacuum cleaner, which can clean the floor. This is the first machine where we use fully artificial intelligence project. That was in, I think it was in 2004, 2002. In 2002, it was launched. So you can, this is cleaning all the surface using Roomba. Okay, so this is the scope of the subject, and everywhere healthcare. Now you can see that there are a lot of data available due to this COVID pandemic, and you can use all this data so that you can improve the healthcare in our uh, uh, okay, you can improve the healthcare scenario also. So most of these applications in artificial intelligence is coming to healthcare, and also now you can see that it is switching to computer vision in which is you are using, this is a specific application, and this application where we use the Google car. You can know that Google car is a reality where it is a self-driven car. So this is one of the main application of computer vision. Also, you can have the smart traffic system using artificial intelligence. Also, you have image recognition, different kind of image recognition systems. That is also the application of computer vision. And also, in and everywhere, we can see the application of, they can see that there is smart attendance registers. This is also an application of computer vision. Okay, also you can do it as a project. Okay, mobile application, and I can do it as a mobile application or as a as an app. Also, you can do smart attendance register, or the where that and also everything, face detection, face recognition, every kind of thing can be done with image, like this computer vision application. And there is a tool for that, that is the CV2, that is computer vision. uh, and the future of AI, you can see that it is very bright. And also this future, we are saying that we in the future we will have the self-driving cars. Okay, so now, and also there is another major application now we are going on is the text analytics, which is called the natural language processing. So we have seen that from 2012 onwards, what happens in the what makes artificial intelligence more important nowadays means that after 2012 you can see that there is a drastic increase or a drastic change in the technology. That means the hardware has improved a lot, and also we can have deep learning networks. That is an important concept. We can have deep learning networks. So the computers, originally in the olden days, you can see that the computers are designed for any general purpose applications. So you can see that computer is a general purpose machine, but nowadays it is mostly designed for artificial intelligence. So you can see that the processor design has very much increased from the central processing unit. You don't have, nowadays we are not only having the CPU, but we have the GPU. GPU means graphic processing unit, and now it is going to TPUs, that is tensor processing unit. Why tensors? Because you have a very large data to deal with. And whenever you are playing a game, you can see that more speed you require or more rapid action you want, means that you are, if you have a very good processor, you can see that your scoring is also improving. Why? Because it is powered by artificial intelligence. So when you have tensor processor unit or graphic processing unit in your computer, then you can see that your performance in the game is increasing. So this is now totally available to you. So that is why I'm saying that you can use it and use it and use it. Okay, and this natural language processing, you can see that from 2012 onwards, there are two streams of
research. One is for the computer vision, this image processing, etc., which was developed as using different structures. That is, you can see that it is with backpropagation algorithm and also with CNN architectures, etc. On the other hand, you can see that the text analytics, that is language translation, language recognition, etc., was developing in another way. And now that is also using this artificial intelligence. That is text analytics, natural language processing, which was also developing in a different scenario. And 2018, you can see that there is a major breakthrough that happens in natural language processing, that is the introduction of transformers. And when the transformers were introduced, that was a breakthrough. That was a paper by Attention is All You Need. That was the paper, and was by from the Google research, and it was a breakthrough paper. And that from that day onwards, you can see that the search of the Google search has improved a lot. And now there is another version of transformer has come in, that is BUT, that is bidirectional encoding by encoder representation for transformers. So this is also now coming up, and this has very much application in text analytics. And now in 2021, you can see that this transformer architecture is applied to images also. So now we have the new one, which is vision transformer. That means you can see that there is the mixing of natural language processing and the image processing. So there are two independent streams now coming together, and now the intelligence is very much improved. We have both the transformer for text analytics and also vision transformer for image analytics. That is the very breakthrough paper that was in 2021 only, which mixes image processing and text. And it says that the paper is vision transformer paper is an image worth 16 by 16 words. That is the paper, and that is a big breakthrough paper. Okay, now we have seen the scope of this artificial intelligence, and now we are going to deep into what is this. Okay, what is this and how you can make this. So it's very and I will say some of the technical terms that is related, and you can see how you can build an machine. So what is machine learning? This was defined in 1959, and it gives computers the ability to learn without being explicitly programmed. That is very important. It is not explicitly programmed. You have to do like this. We don't say. Okay, but we will give the computer the ability to learn. And in 1917, this is Tom Mitchell, which gives a very important definition for machine learning. A computer program is said to learn from experience with respect to some task T and some performance measure P if its performance on T as measured by P improves with experience. So it is very important that the performance of the machine should increase with experience. That is what we are going to do in a machine learning. When we talk about machine learning, there are three types of machine learning. One is supervised learning, other is unsupervised learning, and the third one is reinforcement learning. Supervised learning is nothing but the learning with a teacher. Whenever you go wrong, then the teacher will say, you are going in the wrong direction, come through this direction. So whenever you have that direction way in which you have someone to correct you, then we say that it is supervised learning. After learning, whenever you give some data or some situations, you can react accordingly, or you are able to give a good result. This is supervised learning.
Okay, that means here in the computer how you are a teacher. This is done by giving the known example. If you are giving the machine apples, then you are saying to the apple machine that these are apples. So we are making the machine learn that this is an apple. And whenever a new data comes in, it will say that it is an apple. So whenever it goes wrong, we correct it using the algorithm and says that it is an apple. That is supervised learning. So supervised learning uh, is done in two ways. One is, always we say that it is regression. And the regression is also different. One is the regression, which is the linear regression or the polynomial regression, and the other is the classification, which is called the logistic regression. Regression, what is difference between this regression and classification? Regression means the output will be any number. It's a continuous value response. But classification means whether this is an apple, yes or no. You have only two answers. That is a class label. That is whether it is true or not. So that is classification. This image is an apple. No. Or is an apple? Yes. Is this an image a mango? Yes or no. That is classification. But in regression, what is the stock market prediction? What will be the stock market index after 10 years or 10 days? You have to predict. Then you have to give a continuous value. And so what is the price of your automobile? Depending upon all these features, what will be the price of your automobile? Then you have to give a continuous value. Okay, real value. And so that is a regression. Okay, and classification is also known as logistic regression because we have only two logics, 1 and 0. So this is one of the important text analytic important application is that you can see that whenever a mail comes in, the mail itself will classify whether it is a email or a spam. So this is one of the very good application or one of the major application of supervised learning. Classifying your mails. And you can see that some of the mails are classified as spam. Okay, how? Because looking into the content, it itself says that it is a spam. So that is by a artificial intelligence program, natural language processing. Okay, it's a very good example. Unsupervised learning is that. Next one is the unsupervised learning. Unsupervised learning, we are not saying that it is Apple, but we say that it contains 3 classes or 4 classes or how many classes it belongs to. And the computer by itself learns and it classifies all these objects. Then we say that it is unsupervised learning. Here you can see that you have 3 classes. We say that there are 3 classes in this input data. Then the computer programming itself groups all this data into 3 classes with similar properties. Okay, so this is unsupervised learning. But in the previous case, we have seen that we are saying that this is an apple, this is an apple, and this is an apple. Here you are not saying that it is an apple, but we say that there are only this much of groups that are present, and the computer will, or the machine will classify it into that much of groups, and each group contains the objects of similar characteristics. That is what is unsupervised learning. So this is also an example of unsupervised learning. We have a lot of raw data, and we say that here also we say that there are 3 groups and it will group. Okay, and this is unsupervised learning. Next is the reinforcement learning. That is what is done in a computer gaming. Whenever the program is going in the right direction,
we are rewarding, giving it some boosting. The algorithm has to learn from mistake, and also whenever it goes to mistakes, we also take, or we will not reward it. So from that it has to learn. So that is what we do in a reinforcement learning. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പട്ടിക്കുട്ടനെ ഒക്കെ ട്രെയിൻ ചെയ്യിക്കില്ലേ, അപ്പം അതെപ്പം നല്ല കാര്യം ചെയ്യുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിലോ നമ്മൾ പറയുന്ന പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് അതിന് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല, അല്ലെങ്കിൽ അതിനൊരു അടി കൊടുക്കും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്ന ലേണിങ്ങിനാണ് വി സേ ദാറ്റ് ഇറ്റ് ഈസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. So that is what we do in the algorithm. So now we are going to talk about supervised learning only, and we are going to talk about regressions. That is linear regression, polynomial regression, and logistic regressions. So even though we are saying that all these regressions are there, but I will tell you about only linear regression, because all other regressions are also working in the same way, but the data is different. That is only difference. So what is linear regression? Here you can see that there is a set of data, that is dependent variable and independent variable, and it is scattered throughout. The data is scattered throughout, and we have to find, linear means line, we have to find out the best fit line for this points. So then we say that it is linear. When we get the equation for the best fit line, what is, whenever you give new data, it can find out the value. That is what is done in a learning. So this is the equation for the line is y is equal to mx plus c, or we can write it as a0 plus a1 into x. You have x, the input, and you have the output y. What is our aim? Our aim is to find out a0 and a1. Okay, we find out a0 and a1. And how you find out? This is the algorithm. That is the gradient descent. It is also called steepest gradient descent. So this is a supervised learning, and you know what is the output you have to get, and you simply give some values for, randomly choose some values for a0 and a1, and you put the value of x. Then it will generate a value that is called the predicted value. And but you know that this is the output, original output, you know, and we take the difference. Now you can see this is the mean square error. This is what is taken. It is most of the time we will take the mean square error, but it is not necessary that we have to take the mean square error. So you can see that there is a point at which the error is very low. So what is our duty? We have to find out this optimal value. Optimal value in which the value of a0 and a1 such that a0 plus a1 xi minus yi the whole square is minimum. So this is the curve through which that is coming. So what is the principle is that if this is a curve, കണ്ടില്ലേ, ഇതൊരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഫങ്ഷൻ, ഒരു കർവായിട്ടാണ് വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് പരാബോളയാണ്. അപ്പം നോക്കുക, ഈ പരാബോളയുടെ മിനിമം പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ എത്തുക? ത്രൂ ദ സ്ലോപ്പ്. നമ്മളൊരു മല ഇറങ്ങുന്ന പോലെയാണ്. മലയിലെ ഏറ്റവും എന്താണ് താഴത്തെ പോയിന്റിൽ എത്തണമെങ്കിൽ ഏറ്റവും എളുപ്പം എത്തുന്നത് എങ്ങനെയാണ്? ഏറ്റവും ചരിവുള്ള അടുത്തുള്ള ഇറങ്ങുക. ചരിവെന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. Okay, through the slope. So you have to take the slope and through the maximum slope കൂടെ പെട്ടെന്ന് ഇറങ്ങുക. അപ്പം പെട്ടെന്നാണ് അൽഗോരിതം കൺവേർട്ട് ചെയ്യിക്കേണ്ടത്. So what we do is that we take the gradient. Gradient എന്ന് പറഞ്ഞാൽ എന്താ? Gradient is the maximum slope. അപ്പം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ it will be the minimum. മൈനസ് ആയിട്ട് കഴിഞ്ഞാൽ മിനിമം ആയി. വെക്ടർ അല്ല, ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ അത് വെക്ടറായി, വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറ്റി. സോ അപ്പോൾ എന്താണ്, യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ
descent, that is go to the minimum point through the highest slope, that is the gradient, through the gradient. And how you have to നമ്മൾ ഗ്രേഡിയന്റ് വഴി അല്ലെങ്കിൽ ഏറ്റവും ചരിവുള്ള ഭാഗത്തൂടെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? പതുക്കെ പതുക്കെ ഇറങ്ങണം. വലുതായിട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് ഇറങ്ങാൻ വീണു പോകും അല്ലേ? അപ്പം that is happens. So you have to go through come to the minimum point with small steps. So how do you say that? Small steps, we say that there is something called a learning rate, alpha. So you take the gradient, you update a0 and a1 engane minus, which says that you have the steepest gradient. You are going through to the minimum point through the maximum slope. Okay, and in small steps. If the learning rate is high, what happens is that you may miss the low minimum point. So it takes small steps. So value of alpha is mostly 0.01 or 0.1, very small value, so that you will not miss the minimum point. So this is the algorithm, which is called the steepest gradient descent, or we say that the backpropagation algorithm. So this is a basic principle, and this algorithm can do wonders. That is it. Everywhere, whenever you say that this is a supervised learning system, means that this algorithm is working. Okay, there are variations to even to this algorithm, because there are problems arising, which we may discuss if you want in another class. Okay, but this is a very the basic behind every algorithm in every algorithm in supervised learning. And so this is the model. So you have the you can it is not necessary that you have only a single input. You can have a multiple inputs. So you have multiple inputs, and also you have the bias. It is important that you should have a bias. Okay, ഇവിടെ ഒരു a0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ x എന്ന് പറയുന്ന സിംഗിൾ വാരിയബിൾ അല്ല, ക്യാൻ ബി മൾട്ടിപ്പിൾ വാരിയബിൾസ്. കാരണം ഇൻപുട്ട് എത്ര ഇൻപുട്ട് ഉണ്ട്, അത്രയും ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ടിനെ മുഴുവൻ, ആൻഡ് instead of a0, a1, etc., a1, a2, etc., what we say is a wi, which is the weight. So in gradient descent algorithm or backpropagation algorithm, what we see is that we have to find out w1, w2, w3, etc., wn. So our task is to find out the best fit w1, w2 weights, or w1, etc., wn, for the predicted output y1. Okay, so that is what we do, and we have seen that this is sigma, that means this function, but after this you have to see that it is a function f. So when we sum up all those things, it will go to a very large value. എല്ലാം കൂടെ എടുത്തു x1 into w1, x2 into w2, അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ it becomes a very large value. You don't require a very large value. Okay, because y1 is mostly, if it is logistic regression, you can see that it is only 0 or 1. Any other value you can have other values also. അപ്പൊ എന്താണ് y1 പറയുന്നതിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അതിനെ ലിമിറ്റ് ചെയ്യണം. ഇത് സം ചെയ്തൊരു ലാർജ് വാല്യൂയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. So in order to that, for that we have a squashing function f of sigma, this one. Okay, so this squashing function can be, this is also called the activation function. There are different activation functions, that is the sigmoid or the logistic function. We have the tanh function, we have the ReLU, leaky ReLU, and also most important, the softmax function. Okay, what is the aim of these functions? To squash your output.
That means it is not required that you require a very large value. So if you want a large value, means that stock market prediction വലിയത് വേണ്ടേ? വേണം. അപ്പം നമ്മൾ ReLU യൂസ് ചെയ്യും. ReLU എന്താ? ഇൻപുട്ട് എന്താണോ അതുപോലെ ഇൻക്രീസ് ചെയ്യുവാണ്. കണ്ടില്ലേ? ഇൻപുട്ട് അനുസരിച്ച് തന്നെ ഔട്ട്പുട്ട്. മറ്റേത് ഇതാണെങ്കിലോ ഇറ്റ് ഈസ് സ്ക്വാഷിങ് ഇറ്റ് ബിറ്റ്വീൻ -1 and +1. എന്നാൽ ഇതാണല്ലോ ഇറ്റ് ഈസ് സ്ക്വാഷിങ് ഇറ്റ് ബിറ്റ്വീൻ 0 and 1. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച്. And if it is logistic regression, in the output layer, what we have was that we have a softmax function. In the softmax function, we must know the probability. That's the probability on the output in. That must be, and that is given using a softmax function. But in the application answers, we select what all activation functions we require. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് നമ്മളുടെ എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊക്കെ അറിഞ്ഞാലേ മിസ് പ്രോബ്ലം ചെയ്യാൻ പറ്റുമല്ല, ഇതൊന്നും അറിയണ്ട. ഓക്കെ, but this is what is happening now. You have the input layer and also ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം അറിയാം. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ ഇതൊക്കെ ആണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഓക്കെ, so this is the input layer and you have the output layer and also we have hidden layers. എത്രയും ഹിഡൻ ലെയറിൻ്റെ എണ്ണം കൂടുന്നു അത്രയും നമ്മൾ ഡീപ്പ് നെറ്റ്വർക്ക് എന്ന് പറയും. അത്രേ ഉള്ളൂ. And this is trained with the ഏതാണ് back propagation algorithm. അത്രയും മിനിമം കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹൗ മച്ച് നമ്പർ ഓഫ് ട്രെയിനബിൾ പാരാമീറ്റേഴ്സ്. അപ്പം നമ്മുടെ ജോലി എന്താ? വെയിറ്റ് കണ്ടുപിടിക്കുക. അപ്പം എത്ര വെയിറ്റ് ഉണ്ട്. അപ്പം ഡീപ് ദ നെറ്റ്വർക്ക് മീൻസ് മോർ ആൻഡ് മോർ മില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് യു ഹാവ് ടു ട്രെയിൻ. അതുകൊണ്ടാണ് വി ഗോ ഫോർ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. കാരണം we have millions of weights that has to be trained. ഇപ്പം നോക്കുക, GPU അല്ല ഇപ്പം ചെയ്യുന്ന, we go for TPUs, tensor processing units. ഇപ്പം നോക്കുക, we have 3 input layer. ബയസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബയസിന്ന് ബയസിലേക്ക് കണക്ഷൻ ഇല്ല. ഓക്കെ, ആൻഡ് ഓൾസോ ബയസിന്ന് എല്ലാ ഹിഡൻ ലെയേഴ്സിലേക്കുണ്ട്, അല്ലാതെ വേറെ കണക്ഷൻസ് ഇല്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വെൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ട്രെയിനബിൾ പാരാമീറ്റേഴ്സ്, എത്ര വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഒരു നെറ്റ്വർക്കിന്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ലെയർ എത്രയുണ്ട്? 3 ഇൻപുട്ട് ലെയർ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? ഹിഡൻ ലെയർ 4 ഉണ്ട്. ആൻഡ് ഓൾസോ യു ഹാവ് ഔട്ട്പുട്ട് ലെയർ 2. അപ്പം നോക്കിക്കേ, ഈ കണക്ഷൻ എത്രയുണ്ട്? കണക്ഷൻ എന്ന് പറഞ്ഞാൽ 4 ഗുണം 3 12 പ്ലസ് ഈ 4 കൂടെ, അപ്പോൾ എത്രയുണ്ട്? 16. സോ ഇവിടെ മാത്രം എത്ര പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം? 16 കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങോട്ട് എത്രയുണ്ട്? യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് 4 × 2 8 പ്ലസ് ബൈസിൻ്റെ 2 കൂടെ, അപ്പം എത്രയാ? 10. അപ്പം മൊത്തം എത്രയുണ്ട്? 26. കണ്ടില്ലേ? ഒരു സിമ്പിൾ 3 ഇൻപുട്ട് 4 ഹിഡൻ ലെയർ 2 ഔട്ട്പുട്ട് യൂണിറ്റ്, ഒരു ചെറിയ സാധനത്തിന് 26 പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെനെവർ യു 100 എന്നൊക്കെ നമ്മളൊരു ഹിഡൻ ലെയറിൻ്റെ നമ്പർ 100 നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ഇമേജ് 64/64. സോ ഇൻപുട്ട് ലെയർ തന്നെ 64/64 ആയി. അത് 100 ലെയർ, ഒരു ഹിഡൻ ലെയർ. സോ ഹൗ മച്ച് പാരാമീറ്റേഴ്സ്? And again you are putting not only one hidden layer, hundreds of hidden layers. Okay, you have 100 hidden layers. Then how much parameters? That is the size of your network. So it cannot be processed by a CPU. It can be processed either using a GPU. Nowadays it is processed using a TPU. So when you go for image processing, you can very most important thing you have to do is that you have to extract the features of the image. Then only, so that 64/64 image means that it is a very large size, and you have to extract the features so that the size will be reduced.
So in order to extract the weights, what we go for is a convolutional network. So you suppose this is your image and you have the kernel, that is 0 1 0 0 1 1, and convolution means എന്താണ് ഇതിന്റെ മേലെ വെക്കുന്നു, ഗുണിക്കുന്നു, കൂട്ടുന്നു, multiplying and adding. So 1 into 1 plus 1 into 0 plus 1 into 1, and this kernel is moved toward the image so that you will get the convolution feature. ഇതെല്ലാം ഗുണിച്ചു കൂട്ടുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. And for an image you can say that it is a RGB image, 3 channels. So you can give 0 padding also, and again you can use the kernel, and again you can find out. So this is the computation complexity of your network. This shows ഇതൊന്നും നിങ്ങൾ കൃത്യമായി പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. ഇത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ ഇത്രയും കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഒരു എന്താണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ട്, ഈവൻ ദോ യു ആർ നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇത്രയും കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി അതിന് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സർ, ഒരിക്കലും ഒരു ചെറിയ പ്രോസസ്സർ കൊണ്ട് കാര്യം നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ന്യൂ ടെക്നോളജിയിൽ പോകുന്നത്. ദാറ്റ് ഈസ് റൈസ് ആൻഡ് പ്രോസസ്സർ, ഇഷ്ടംപോലെ ടെക്നോളജി. ദർ ഇസ് എ വെരി ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ പ്രോസസ്സർ ഡിസൈൻ. അപ്പോൾ അതെല്ലാം വന്നത് ഇത്രയും ലാർജ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, and also after this convolution network, what we go for is the CNN, means then you have the pooling. Pooling എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഔട്ട്പുട്ടിൽ two types of poolings are there, that is the max pooling and the average pooling. നമുക്ക് ഈ 2x2 മെട്രിക്സ് എടുക്കുക, ഈ 12 20 8 12, ഇതിൽ മാക്സ് പൂളിംഗ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 20 കിട്ടും. ആവറേജ് പൂളിംഗ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ആവറേജ് എടുക്കും. അത്രയമേ ഉള്ളൂ. പിന്നെ മറ്റേ നമ്മൾ എന്താണ് കൺവല്യൂഷൻ ചെയ്തപ്പോൾ ഓവർലാപ്പിംഗ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഓവർലാപ്പ് ചെയ്താണ് കേണൽസ് കയറിപ്പോകുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഓവർലാപ്പിംഗ് ഇല്ല. ഒരു 4 പിന്നെ അടുത്ത 4 പൂളിംഗ്. അതിൽ നമുക്ക് രണ്ടും ചെയ്യാം, ഒന്നുകിൽ മാക്സ് പൂളിംഗ് എടുക്കാം, അങ്ങനെ ആകുമ്പോൾ മാക്സ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവറേജ് വേണേലും എടുക്കാം, 32/4. ഓക്കെ, അപ്പോൾ 8, കണ്ടില്ലേ? അപ്പോൾ എനി കൈൻഡ് ഓഫ് പൂളിംഗ് യു ക്യാൻ ചൂസ്. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ വാക്കുകൾ നിങ്ങൾ കേട്ടാന്നിരിക്കും. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് ഒരു ആർക്കിടെക്ചർ വരുന്നതെന്ന് വെച്ചാൽ, ഇഫ് ഇറ്റ് ഇസ് ഇമേജ് പ്രോസസ്സിംഗ് വി ഹാവ് ദി CNN, പിന്നെ എന്താണ് അവിടെ എത്ര കേണൽ, ഫിൽട്ടർ എന്ന് പറയും. ദിസ് ഇസ് കോൾഡ് കേണൽ, ഈസ് കോൾഡ് ഫിൽട്ടർ. എത്ര ഫിൽട്ടർ വയ്ക്കണം എന്ന് പറയുന്നു. പിന്നെ എന്ത് ചെയ്യണം നമ്മൾ, പിന്നെ അടുത്തത് ഒരു പൂളിംഗ് ലെയർ ആയിരിക്കും. അപ്പം അതിൽ എന്ത് പൂളിംഗ് ആണ് ഉപയോഗിക്കുന്നത്, എത്ര നമ്മൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. അപ്പം ഈ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഇതെന്താണെന്നോ ഇതിൻ്റെ അൽഗോരിതം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നോ ഇതിൻ്റെ പ്രോഗ്രാം എഴുതണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്നതാണ് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ആണെങ്കിൽ we have the CNN architecture, convolutional neural network, പിന്നെ നമുക്കൊരു മാക്സ് പൂളിംഗ് ലെയർ, വീണ്ടും ഒരു കൺവല്യൂഷണൽ നെറ്റ്വർക്ക്, വീണ്ടും ഒരു പൂളിംഗ് ലെയർ, പിന്നെ ഒരു കൺവല്യൂഷണൽ ആർക്കിടെക്ചർ. ഇങ്ങനെയാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. So this is what is the overall idea about it, and now you can see how you can measure the output. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യുവാണ്. അപ്പോൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യണം. അന്നേരം നമ്മൾ ചെയ്യുന്നത് we are going for a confusion matrix. Confusion matrix for to S-no prediction ആണെങ്കിൽ അതാണ് S-no predictionലുള്ള confusion matrix. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, predicted value no ആണ്, നമുക്ക് കിട്ടിയതും no, അതാണ് ആദ്യത്തെ കോളം. രണ്ടാമത്തെയോ predicted value S ആണ്, പക്ഷേ ശരിക്കുള്ളത് no ആണ്. ഇനി ഇത് താഴത്തെ കോളമോ predicted value no ആണ്, പക്ഷെ ആക്ച്വൽ വാല്യൂ എന്താ S ആണ്. ഇത് predicted value S ആണ്, അതേപോലെ ആക്ച്വൽ വാല്യൂ S ആണ്. അപ്പൊ ഇതെന്താണ്, ദിസ് ഈസ് ട്രൂ നെഗറ്റീവ്. ആദ്യത്തേതിനെ നമ്മൾ ട്രൂ നെഗറ്റീവ് എന്ന് പറയാം. എന്ന് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കുള്ള വാല്യൂ നോയാണ്, നോ നെഗറ്റീവ് ആണ്, ശരിക്കുള്ള നെഗറ്റീവ്. അതാണ് ആക്ച്വൽ വാല്യൂ, പ്രെഡിക്റ്റഡ് വാല്യൂ നെഗറ്റീവ്. സോ ഇറ്റ് ഇസ് ട്രൂ നെഗറ്റീവ്. അതേപോലെ ഈ ഏതാണല്ലോ
ഇത് ശരിക്കുള്ള വാല്യൂ മെസ് ആണ്, predicted വാല്യൂ മെസ് ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ പോസിറ്റീവ്. ഇതാണെങ്കിലോ we can see that ശരിക്കുള്ള വാല്യൂ എന്താ? No, false. And predicted എന്താ? Positive. So it is false positive. ഇതാണല്ലോ ശരിക്കുള്ള വാല്യൂ യെസ്, യെസ് എന്ന് പറഞ്ഞാൽ ട്രൂ, ആൻഡ് പ്രെഡിക്റ്റ് ചെയ്തത് എന്താ? നോ. അപ്പൊ എന്താണ്? ഫോൾസ് നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇത് 165 അപ്പൊ ഇതിനകത്ത് പ്രസക്തി അല്ലെങ്കിൽ ഇത് വാട്ട് ഡസ് ദിസ് മീൻ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഇതൊരു നമ്മളൊരു പ്രെഡിക്ഷൻ, ഇഫ് യു സേ ദാറ്റ് ഇതൊരു ഡയബറ്റിക് പേഷ്യൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ നടത്തിയ ഒരു പ്രഡിക്ഷൻ ആണെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്താന്ന് നോക്കിക്കേ. നമ്മൾ കൊടുത്ത 165 സാമ്പിളിൽ 50 പേര് എന്താണ്? ഡയബറ്റിസ് ഇല്ല, ശരിക്കും അവർക്കില്ല. അപ്പൊ അത് കറക്റ്റ് ആണ്. അതേപോലെ അതിൽ 100 പേര്, ആ സാമ്പിളില് 100 പേർക്ക് എന്തില്ല? ഡയബറ്റിക്സ് ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഈ 2 ഡയഗണൽ എലമെന്റ്സിലുള്ള ഔട്ട്പുട്ട് നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് നോക്കിക്കേ, ഇതെന്താണ്? ആക്ച്വലി അവർക്ക് ഡയബറ്റിസ് ഇല്ല, പക്ഷെ നമ്മള് ഡയബറ്റിസ് ഉണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ എന്താണ്? ഒരു ഡോക്ടർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ അതിന്റെ ചികിത്സയ്ക്ക് പോവില്ലേ? So this is false negative. False positive is dangerous in some situation. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് 10 അല്ലേ പോയുള്ളൂ എന്നാണ്, പക്ഷെ ആ 10ന്റെ ഇമ്പാക്റ്റ് ആണ് പറഞ്ഞത്. ഇഫ് ഇറ്റ് ഈസ് ഫോർ എ ഡിസീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ഡേഞ്ചറസ്. ഇനി ഇതാണെങ്കിലോ, ഇതും ഡേഞ്ചറസ് കണ്ടീഷനാണ്. കാരണം എന്താ? ഇവർക്ക് ഡയബറ്റീസ് ഉണ്ട്, പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഡയബറ്റീസ് ഇല്ല എന്ന്. അപ്പൊ ഡോക്ടർ എന്താ? ഡയബറ്റീസ് ഇല്ല, അതുകൊണ്ട് ചികിത്സയ്ക്ക് പോവില്ല. ഇത് ഡയബറ്റീസ് ഇല്ല എന്നിട്ട് ചികിത്സയ്ക്ക് പോയി. ഇത് ഡയബറ്റീസ് ഉണ്ട് എന്നിട്ട് ചികിത്സയ്ക്ക് പോയില്ല. സോ ദാറ്റ് ഈസ് ദ ഇമ്പാക്ട്. മനസ്സിലായില്ലേ? അപ്പൊ ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ദി ആക്യുറസി മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ്. മനസ്സിലായില്ലേ? അപ്പൊ കൺഫ്യൂഷൻ മാട്രിക്സ് ഈസ്, ആൻഡ് ദ കൺഫ്യൂഷൻ മാട്രിക്സ് ഈസ് ഓൾവേസ് ഇന്റർപ്രറ്റഡ് അക്കോർഡിംഗ് ടു ദി ആപ്ലിക്കേഷൻ. ഇത് ഡിസീസ് ഒന്നും അല്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ആപ്ലിക്കേഷൻ, ഹൗ മച്ച് യു ക്യാൻ ഗോ റോങ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഒക്കെ സംശയമുണ്ടോ? അതോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹലോ കുട്ടികളെ, കുട്ടികളെ ആരും ഇല്ലേ ഇവിടെ? ഹലോ, എന്തെങ്കിലും പറഞ്ഞോളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പറ. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെ ഒരു പ്രതികരണം അറിയാനാ. ഹലോ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അടുത്ത എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? പറയട്ടെ, എല്ലാവരുടെയും അതാണോ? ചാറ്റിലെങ്കിലും എന്തെങ്കിലും ഇടൂ, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ആർ യു ഫോളോയിങ്? കുഴപ്പമില്ല അല്ലേ? യു ക്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത്രയും വലിയ തിയറികളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ നോക്കാം എങ്ങനെയാണ് ഈ സംഭവം ഒന്ന് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നതൊക്കെ മിസ് വെറുതെ പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലയാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഫോർ യുവർ ഇൻഫോർമേഷൻ ഇതെല്ലാം ആവശ്യമാണ്. എപ്പോഴെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ്. ബേസിക്കലി പൈത്തൺ ഇസ് ദ ലാംഗ്വേജ് എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാം പൈത്തൺ പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല.
Python is a basic language. Even though in the academics we are using Python, but in the industry we have another language, that is R. R എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. അതാണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. It is more or less than Python, but one of our MSc student, Anna Kai, she says that it is more difficult than Python to study and implement. It is easy to implement something in Python. It is very easy, but R, it is somewhat difficult. That is why what she says. അത് R അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സി ഹാഷ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ 3 ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് പൈത്തൺ ആണ് നമ്മൾ യൂഷ്വലി എന്താണ് academics. In the academics we are using Python. And Python basic language ആണല്ലോ. Python is providing, it is an open source. ഇതല്ല ഈ പറയുന്ന സാധനം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ടു ആസ് ഫ്രീ. അതാണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവും നിൽക്കില്ല. You can use the Google Cloud using your Google account. അത് ഞാൻ കാണിച്ചു തരാം. And you import all these libraries and you can use it. അപ്പോൾ പൈത്തൺ ആണ് ലാംഗ്വേജ് എങ്കിലും ഡിഫറെൻറ്റ് ലൈബ്രറീസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ we have മെട്രിക്സ്, ഇതെല്ലാം മെട്രിക്സ് മാനിപ്പുലേഷൻസ് ആണ്. You have NumPy, numerical Python. And also with files, data science files manage ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രത്യേക ലൈബ്രറി തന്നെ ഉണ്ട്, that is the pandas. And also we have plottingന് നല്ലൊരു ലൈബ്രറി ഉണ്ട്, that is matplotlib. അല്ലെങ്കിൽ also we have cburn എന്ന് പറയുന്ന ഒരു ലൈബ്രറിയും ഉണ്ട്. And also regression analysis, you have another library which is the scikit-learn. scikit-learn എന്ന് പറയുന്നതുണ്ട്, അല്ലെങ്കിൽ sklearn എന്നും പറയും. And also for neural network we have the keras ആണ് നമുക്ക് പറയുന്നത്. പക്ഷെ അതൊന്നും പറയല്ലേ, this are all open source. അപ്പോൾ ആദ്യകാലം keras ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ now it is switching to എന്താണ് NLP എന്ന് ഞാൻ പറഞ്ഞു, natural language processing. There we are using PyTorch. അപ്പോൾ PyTorch ആണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത്. അപ്പം ഇതാണ് നമ്മൾക്ക് മെയിൻലി അവൈലബിൾ. അല്ലെ ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ there are lots of library available. അപ്പം ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഈസിയസ്റ്റ് ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ this is Microsoft Machine Learning Studio or the Azure ML Studio. അതിന് ഈ സാധനങ്ങൾ ഒന്നും വേണ്ട. ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കാം എന്തുകൊണ്ട് ഇത് ഈസിയസ്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ മറ്റേത് എന്തുകൊണ്ട് പ്രയാസമാണെന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ പോകാം. ഓക്കെ, അപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റഡ് ആവുന്നത്. അപ്പോൾ ഒരു ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ പൈത്തൺ നോട്ട്ബുക്ക്. ഈ പൈത്തൺ നോട്ട്ബുക്കാണ്, നിങ്ങൾ ഓർക്കുക. ഇതൊന്നും ചെയ്യാനില്ല, നമ്മൾ പോവുക, ഗൂഗിളിൽ പോവുക, കോലാബ് എന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. അടിച്ചു കോലാബ് എന്ന് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും, വെൽക്കം ടു കോലാബറട്ടറി എന്ന് കിട്ടും. ഇവിടെ കയറിയിട്ട് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഇത് എന്താണ് സൈൻ ഇൻ ചെയ്താൽ മതി. ആൻഡ് അഗെയിൻ ഇതിനകത്ത് ഇത് എൻ്റെ നോട്ട്ബുക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ന്യൂ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ നോട്ട്ബുക്ക് അവൈലബിൾ ആയി. ഓക്കെ, ഇത് IPYNB ഫയലാണ്, ഇന്ററാക്റ്റീവ് പൈത്തൺ നോട്ട്ബുക്ക്. ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പേര് കൊടുത്ത് നമുക്ക് തുടങ്ങാം. ആൻഡ് ദിസ് ഈസ് പൈത്തൺ ഈസ് ആൻ ഇന്റർപ്രറ്റർ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇവിടെ ടൈപ്പ് ചെയ്താലും ഒന്നും ടൈപ്പ് ചെയ്യാനൊന്നും ഇല്ല. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും കൊടുക്കാം. അതിന് നിങ്ങളുടെ C പോലെ കെട്ടും മട്ടും ഒന്നുമില്ല, C++ പോലെ ഒന്നുമുള്ള കഷ്ടപ്പാടിനില്ല. യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് ഇൻ. ഓക്കെ, പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഹലോ
എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇറ്റ് വിൽ, ഇത് കണ്ടില്ലേ, ഇവിടെ വെച്ച് ഞെക്കി കഴിയുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഇറ്റ് വിൽ പ്രിന്റ്. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എന്താണ് കണ്ടോ, ഒരു ഭാവവും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് എല്ലാം അവൈലബിളുമാണ്. ആൻഡ് ഓക്കെ, ഇതിനകത്ത് നോക്കാം, ഇവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റാം ഒക്കെ കൂട്ടാൻ പറ്റും. If you want a program with a very large ഇത് ആണെങ്കിൽ you can have എന്താണ്, you can increase your RAM spacing. അതേപോലെ തന്നെ ഒരു കാര്യം നോക്കട്ടെ, ഇങ്ങനെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർഡ്വെയർ ആക്സിലേറ്റർ കൊടുക്കാൻ കണ്ടോ, നമുക്ക് ഇവിടെ യൂഷ്വലി എന്താണ് നോട്ട്ബുക്ക് സെറ്റിങ്ങിൽ പോയാൽ നമുക്ക് GPU TPU ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നൺ കൊടുത്തു കഴിഞ്ഞാൽ CPU-ലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ GPU വേണമെങ്കിൽ GPU-ലേക്ക് മാറ്റാം. അതേപോലെ നമുക്ക് TPU വേണമെങ്കിലും TPU-ലേക്ക് മാറ്റാം. നോക്ക്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇതെല്ലാം നെറ്റിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ജസ്റ്റ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ എടുക്കുക, കമ്പ്യൂട്ടറിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം, അത്രയും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ നോട്ട്ബുക്കും ഉണ്ടാക്കുന്നത്. അപ്പം നോക്കാം, ഇതിനകത്ത് ഒരു ലീനിയർ റിഗ്രഷൻ പ്രോബ്ലം നോക്കാം. ദിസ് ഈസ് ദ പ്രോബ്ലം. നമുക്ക് വി ഹാവ് എന്താണ് യു ഹാവ് എന്താണ് ഒരു ലോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്തൊരു റിഗ്രഷൻ പ്രോബ്ലം പറയുന്നത്. സോ മോസ്റ്റ് മെഷീൻ ലേണിംഗ് റിക്വയർ us to work with more than one feature. അപ്പം എപ്പോഴും മൾട്ടി വാരിയബിൾ ആയിരിക്കും. അതേപോലെ ഒരു ഡേറ്റ സെറ്റിന് കാൽക്കുലേറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് home loan eligibility depending not only on the age of the person but also the credit rating and other features. അപ്പോൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഏജ്, ഇൻകം, ക്രെഡിറ്റ് റേറ്റിംഗ്, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ് എക്സെട്ര. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയും. ഇഷ്ടംപോലെ വാരിയബിൾസ് ഉണ്ട് അത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെയും സ്റ്റെപ്സ് ഒന്ന് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് ഏതൊക്കെ ലൈബ്രറി ആണോ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു NumPy ഉണ്ട്, പാൻഡാസ് വേണം, ഡേറ്റ എടുക്കണം. അതുകൊണ്ട് പിന്നെ ഡേറ്റയുടെ യു ഹാവ് ടു നോ അബൌട്ട് ദ റിലേഷൻസ് ഓഫ് ദ ഡേറ്റ. ഫോർ ദാറ്റ് വി ഹാവ് ടു ഹാവ് പ്ലോട്ട്സ്. അതിന് മാത്പ്ലോട്ട്ലി വേണം. CBERN gives a much better plot, അതുകൊണ്ട് CBERN. ആൻഡ് ഓൾസോ വി ഹാവ് ടു ഡു എന്താണ് റിഗ്രഷൻ ആയതുകൊണ്ട് വി ഹാവ് sklearn. And also I have said that whenever you do training, we have to split the data. Trains test എന്ന് പറഞ്ഞാൽ split ചെയ്യാം. So for that we have trains test split. And also what you have to measure, what is the output, confusion matrix വേണം. അപ്പോൾ നമുക്ക് accuracy അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ, യു ഹാവ് ടു ഹാവ് ദ ഡേറ്റ. ഇത് ഈ സ്ഥലത്തു നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് യൂസിങ് പാൻഡാസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. pd.read CSV. This is a CSV file, comma separated values. So CSV file and so we are downloading it. അപ്പോൾ DF എന്ന് പറയുന്ന ഹെഡിൽ ഇത് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ആ ഡേറ്റാ സെറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡേറ്റാ സെറ്റ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് df.head എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആദ്യത്തെ 5 ഡേറ്റ ഇവിടെ കാണിച്ചു തരും. എന്തൊക്കെയാണ് അതിലുള്ളത്? ഏജ് ഉണ്ട്,
ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ലോൺ അപ്രൂവൽ ഉണ്ട്. മനസ്സിലായില്ല? അപ്പം ഇതാണ് നമ്മളുടെ ഡേറ്റാ സെറ്റ്. അപ്പൊ ഇതിന്റെ കോളംസ് വേണം പ്രിന്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇതിന്റെ കോളംസ് പ്രിന്റ് ചെയ്യാം നമുക്ക്. അതേപോലെ ഇതിനകത്ത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്ന് നോക്കാം. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മിസ്സിംഗ് വാല്യൂസ്. ഇതിപ്പോൾ ഇതിനകത്ത് ഏജ് ഉണ്ടെങ്കിൽ കുറേ ഡേറ്റ ഇല്ലേ, അപ്പോൾ ആ ഡേറ്റയിൽ ഏജ് മിസ് ചെയ്തു. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. ആ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും മിസ്സിംഗ് വാല്യൂ ഒന്നും വരാൻ പാടില്ല. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദ മിസ്സിംഗ് വാല്യൂസ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഇസ് എനി മിസ്സിംഗ് വാല്യൂ. അതാണ് ഈ സ്നൽ ഡോട്ട് സം എന്ന് പറയുന്ന സാധനം. ആൻഡ് ഓൾസോ ദ ഷേപ്പ്, എത്രയാണ് കോളംസ് ഉള്ളത്, എത്രയാണ് റോസ് ഉള്ളത്. യു ഹാവ് സീൻ ദാറ്റ് ദർ ഇസ് ഓൺലി 4 columns. കണ്ടില്ലേ? ഏജ്, ക്രെഡിറ്റ്, ചിൽഡ്രൻ ആൻഡ് അപ്രൂവൽ. ബട്ട് there is the data is 1338 df dot shape. Then you say that it is 1338 data of 4 columns. And this is the kind of it is information about the data. But data പറ്റി എന്താ അറിയണമെങ്കിലും we have to use ഏതാണ് pandas. Okay. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ pandas വെച്ചിട്ട് നമ്മൾ ആ ഡേറ്റയെ പറ്റി പഠിക്കും. ആൻഡ് ഓൾസോ ഡേറ്റ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡേറ്റയിൽ കൗണ്ട് എത്രയുണ്ട്, ഏജ് എത്ര കൗണ്ട് ഉണ്ട്, 1338. ക്രെഡിറ്റ് റേറ്റിംഗ് എത്ര പേരുടെ ഉണ്ട്, 1338. ചിൽഡ്രൻ എത്ര പേരുടെ ഉണ്ട്, 1338. ആൻഡ് ലോൺ അപ്രൂവലിനെ പറ്റിയുള്ള ഡേറ്റ എത്ര പേരുടെ ഉണ്ട്, 1338. അപ്പോൾ അതാണ് പറഞ്ഞ 1338/4. ഇനി എന്താണ് ഏജിൻ്റെ ഒരു ആവറേജ് വാല്യൂ, മീൻ കണ്ടില്ലേ? അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ മീൻ ആൻഡ് ഓൾസോ ചിൽഡ്രൻ അതിൻ്റെ മീൻ. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിനിമം വാല്യൂ 25% ഓഫ് ദ വാല്യൂ, 50% ഓഫ് ദ വാല്യൂ, 75% ഓഫ് ദ വാല്യൂ, മാക്സിമം വാല്യൂ. ഇതെല്ലാം നമുക്ക് ഈ ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഡേറ്റയെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. ഇനി ഡേറ്റ എങ്ങനെയാണ് ഡേറ്റ ഇപ്പൊ ഏജ് ആൻഡ് ലോൺ അപ്രൂവൽ റിലേറ്റഡ്, അത് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. മനസ്സിലായി? ഇസ് ദർ എനി കോറിലേഷൻ between this the age and loan approval? അല്ല, ഇനി വേണ്ട വിത്ത് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ലോൺ അപ്രൂവൽ. അങ്ങനെ ഏത് ഡേറ്റയും പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ചിൽഡ്രൻ ആൻഡ് ലോൺ അപ്രൂവൽ, ഇസ് ദർ എനി കോറിലേഷൻ? ഓൾസോ ഇനി നോക്കാം, ഇതിനേക്കാൾ എളുപ്പം നമുക്ക് റിലേഷൻസ് കണ്ടുപിടിക്കാം ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഹീറ്റ് മാപ്പ്. ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലോട്ടാണ്. പക്ഷെ അത് വേണമെങ്കിൽ ഇതെല്ലാം നമ്മൾ മാത്പ്ലോട്ലിബിലാണ് ചെയ്തത്, PLT. സോ ഇതാണ് ഇവിടെ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈസ് യൂസിങ് എ സീബേൺ വെച്ചിട്ടാണ്. അപ്പം എന്താണ് ഇത് നോക്കുക, ഡാർക്ക് കളർ കാണിക്കുന്ന നോ കോറിലേഷൻ, ആൻഡ് വെൻ ഇറ്റ് ഗോസ് അപ്വേർഡ്സ് ദ കളർ ബിക്കംസ് ബ്ലൂ and it says that high correlation. അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതെന്താണ്, ഈ ഡയഗണൽ എലമെന്റ്സ് എന്താണ്, ഏജ് ആൻഡ് ഏജ്, ഇറ്റ് ഈസ് ഹൈലി correlated. Credit rating and credit rating, it is highly correlated. Children and children are correlated. Loan approval and loan approval are correlated. അതുകൊണ്ട് ഈ നടുക്കത്തേത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, അത് തന്നെയാണ്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ കോറിലേഷൻ എഴുതാം, മാക്സിമം കിട്ടും. പക്ഷെ നോക്കുക, ഏജും ക്രെഡിറ്റ് റേറ്റിംഗും ഒരു റിലേഷനും ഇല്ല. കണ്ടില്ലേ, ബ്ലാക്ക് കളറാണ് വരുന്നത്. ചിൽഡ്രനും ഏജും ഒരു റിലേഷനും ഇല്ല. ലോൺ അപ്രൂവലും ഏജുമായിട്ട് കുറച്ച് കോറിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 29.90. കണ്ടോ? ഇവിടെ കാണാം ഈ അപ്പർ ലോവർ ട്രയാങ്കിളും തന്നെയാണ് അപ്പർ ട്രയാങ്കിൾ. കണ്ടില്ലേ, ഈ വാല്യൂം സെയിം തന്നെയാണ്, ഇതും സെയിം ആണ്. അപ്പൊ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ അറിയാൻ പറ്റും ബൈ യൂസിങ് എ ഹീറ്റ് മാപ്പ്. അതുകൊണ്ടാണ് സീബേൺ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എക്സും വൈയും പറയണം. എക്സ് എന്താണ്? നമുക്ക് ട്രെയിൻ വാരിയബിൾസ് ഏതൊക്കെയാണ്, നമ്മൾ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഏജ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ചിൽഡ്രൻ. ഇതാണ് നമ്മൾക്കുള്ള എക്സ് വാരിയബിൾസ്. എന്തിനോടാണ് റിലേറ്റ്? വൈ, ലോൺ അപ്രൂവൽ. അപ്പം നമ്മളത് ഡിഫൈൻ ചെയ്തു. ഏതാണ്
എക്സ് എന്ന് പറയുന്നത് ഏജ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ചിൽഡ്രൻ. വൈ എന്ന് പറയുന്നതോ ലോൺ അപ്രൂവൽ. അത് കഴിയുമ്പോൾ എന്താണ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ എക്സും വൈയും ആയി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഏതാണ് ഷേപ്പ് വന്നത് 3 ഉള്ളൂ, ദാറ്റ് ഈസ് 338 ഇൻറ്റു 3. വൈയിൽ എന്താണ് 1338, 1 ഉള്ളൂ, ഒരു കോളമേ ഉള്ളൂ, ലാസ്റ്റ് കോളം. ഏത് വേണേലും നമുക്ക് ഡിഫൈൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എക്സ് ട്രെയിനും എന്താണ് ടെസ്റ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, കണ്ടോ? ഇത് ട്രെയിൻ സെറ്റ് സ്പ്ലിറ്റ്, അത് നമ്മൾ SQLlearnൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഈ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, എന്താ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്? ടെസ്റ്റ് സൈസ് ഈസ് ഈക്വൽ ടു 0.3. അപ്പം മൊത്തം ഡേറ്റയിൽ 30% എന്തിനു വെക്കണം? ടെസ്റ്റിങ്ങിന് വെക്കണം. എന്ന് പറഞ്ഞാൽ 70% എന്തിനു പോയി? ട്രെയിനിങ്ങിന് പോയി. സോ ഇത് റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് 100 എന്ന് കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഇതിന് ടെസ്റ്റ് ഡേറ്റയുടെ ഏത് ടെസ്റ്റ് ഡേറ്റ എടുക്കുന്നത്, അതിന് ഇഷ്ടമുള്ളത് എടുക്കാം ഡേറ്റ. അപ്പൊ എനിക്ക് കിട്ടുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പൊ ഞാൻ ഉറപ്പിക്കുകയാണ്, റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് 100 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും എനിക്കും നിങ്ങളുടെ ഇഷ്ടത്തിൽ ഈ ഡേറ്റ എടുത്തിട്ട് ട്രെയിൻ ചെയ്താലും ഉത്തരം സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റാൻഡം സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞ ലീനിയർ റിഗ്രഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മോഡൽ ലീനിയർ റിഗ്രഷൻ, അതിന്റെ മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ് ട്രെയിനിലും വൈ ട്രെയിനിലുമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അത് കഴിയുമ്പോഴോ നമുക്ക് എന്താ കിട്ടാൻ പോണത്? കോഎഫിഷ്യൻസ് ആണ്, മോഡൽ കോഎഫിഷ്യൻസ് ആണ്. എത്ര വേരിയബിൾ ഉണ്ട്? 3 വേരിയബിൾ. സോ A0 പ്ലസ് A1x1 പ്ലസ് A2x2 പ്ലസ് A3x3. അപ്പൊ എന്താണ് A1 A2 A3, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ദിസ് ഇസ് ഇറ്റ്, A1 A2 A3 ആൻഡ് യു ഹാവ് എന്താണ് A0 പറയുന്നത് ഏതാണ്? ഇന്റർസെപ്റ്റ്, അതാണ് ദിസ് വാല്യൂ. നമ്മൾ ട്രെയിൻ ചെയ്ത മോഡലിന് ദീസ് ആർ ദ വാല്യൂസ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുത്തു ട്രെയിൻ ചെയ്ത ഡേറ്റ, ഇനി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറെ ഡേറ്റ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റ ഇവിടെ ട്രെയിൻ ചെയ്യാൻ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ്? ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോഴോ യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ്. അപ്പൊ യു ഹാവ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ. അത് നമുക്കറിയാം, വൈ ടെസ്റ്റിൽ നമുക്ക് ആക്ച്വൽ ഡേറ്റ ഉണ്ട്, ഇത് പ്രെഡിക്റ്റഡ് ഡേറ്റ ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം. സോ യു ക്യാൻ പ്ലോട്ട് ഇറ്റ് ആൻഡ് സീ y train minus y. ഓക്കെ, ഇതിന് എത്രത്തോളം നല്ലതാണ് ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല, കുഴപ്പമില്ല. വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആ സ്ക്വയർ എറർ നോക്കാം. ആ സ്ക്വയർ എററിൽ ഇറ്റ് ഇസ് 0.1 മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ബാഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അല്ല 0.9 വേണം. സോറി, ഇത് സ്ക്വയർ വാല്യൂ 0.9 വേണം, പക്ഷെ ഇതൊരു 0.1 ഉള്ളൂ. സോ ഈ മോഡല് ശരിക്കും ലീനിയർ റിഗ്രഷൻ അല്ല, കാരണം പിന്നെ ഒട്ടും തന്നെ കോറിലേഷൻ ഇല്ല. പിന്നെ എങ്ങനെയാ അതിന് ലീനിയർ റിഗ്രഷൻ കിട്ടുന്നത്? അപ്പൊ നമ്മൾ പോളിനോമിയൽ ഫിറ്റിലായിട്ടൊക്കെ പോകണം. അപ്പം നമുക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മുടെ റിസൾട്ട് മോശമാണെങ്കിൽ ഇത് എപ്പോഴും ഇത് ഇന്നതിനൊന്നില്ല. Okay, we have to try and find out which model will fit to a given problem. അതാണ് ചെയ്യുന്നത്. അപ്പൊ ബെസ്റ്റ് ഫിറ്റ് മോഡൽ നമ്മൾ എപ്പോഴും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായോ? ഹലോ ഹായ്. ഇതെന്ന് പറയുന്ന ലീനിയർ റിഗ്രഷൻ ആണ് ചെയ്തത്, ക്ലാസിഫിക്കേഷൻ അല്ല ചെയ്തത്. പക്ഷെ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലാണ്. ഇതിന് നമുക്ക് വേണം ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അപ്പോഴും ഇതേ സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ ഇവിടെ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. അപ്പൊ ഇവിടെ CNN ഇമേജ് ഡേറ്റ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ CNN ആർക്കിടെക്ചറും ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെയും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇമ്പോർട്ട് ഓൾ ദ ലൈബ്രറീസ് യു റിക്വയർ. ഓക്കെ, ഇനി നമ്മൾ എവിടെ നിന്ന് പിന്നാലെ പണി എന്താണ്? യു ഹാവ് ടു ഗെറ്റ് ദ ഡേറ്റ. സിൻസ് ഇറ്റ് ഈസ് ആൻ ഇമേജ് ഡേറ്റ സെറ്റ്, വി ആർ ഡൗൺലോഡിങ് ഇറ്റ് ഫ്രം ദ MST സെറ്റ്.
മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് അത് CSV ഫയൽ ടെക്സ്റ്റ് ഫയലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാൻഡാസ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ എന്താണ് ഇമേജ് ഡേറ്റ ആണ്. അത് അതേപോലെ നമുക്ക് ട്രെയിനിങ്ങിന് ടെസ്റ്റിന് പോവാം. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ആ ഡേറ്റ നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്തു. ആൻഡ് ഈ MST ഡേറ്റ സെറ്റിൽ രണ്ടും രണ്ടായിട്ടുണ്ട്. എക്സ്ട്രെയിൻ ഡേറ്റയും എക്സ് ടെസ്റ്റ് ഡേറ്റയും വേറെ വേറെ ഉണ്ട്. അപ്പൊ അത് അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നേരത്തെ പോലെ നമുക്ക് സ്പ്ലിറ്റിംഗ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്നുമില്ല. കണ്ടില്ലേ, ഇവിടെ ആകെ ടെൻസർ ഫ്ലോ ഉണ്ട്. ടെൻസർ ഫ്ലോയിൽ കേറാസ്, ടെൻസർ ഫ്ലോയിലാണ് കേറാസ് ഉള്ളത്. പിന്നെ നമുക്ക് പ്ലോട്ടിങ്ങിനും നമ്പയും മാത്രമേ ഉള്ളൂ. നേരത്തെ പോലെ SQL ആണോ ഒന്നും പോയിട്ടില്ല. കാരണം എന്താ, വി ആർ നോട്ട് ടേക്കിംഗ് എ ഫയൽ. നമ്മൾ നേരെ ഡേറ്റ എടുത്തിട്ട് ചെയ്യാണ്. ആൻഡ് നൗ how much is your extra? നമുക്ക് അതിന്റെ ലെങ്ത് നോക്കാം. ദാറ്റ് ഈസ് 60,000. How much is your testing data size? It is 10,000. Okay. അപ്പൊ ഇത് നോക്കാം. എന്താണ് ഷേപ്പ് ഓഫ് യുവർ ട്രെയിൻ? അതൊരു 28x28 മെട്രിക്സ് ആണ്. അപ്പൊ വാട്ടർ സെറ്റ് എന്ന് നോക്കിയാൽ ദിസ് ഇസ് ദിസ്. ഇത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, കുഴപ്പമില്ല. നമുക്ക് ഇത് നോക്കാം, പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഇസ് ദ ഇമേജ്. ഇങ്ങനത്തെ കുറെ ഇമേജ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദിസ് ഈസ് ദ ഡിജിറ്റ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഡേറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ നമ്മളിപ്പം ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്നത് ഇമേജ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് നോക്കിക്കേ. ഇറ്റ് ഇസ് ഗോയിങ് വെരി ലാർജ്. എത്ര വരെ പോയിട്ടുണ്ട്? 240, 253, 219, 100, 225, etc. കണ്ടില്ലേ? അപ്പൊ ഇത് വലിയ വാല്യൂസ് ആണ്. അപ്പൊ 0 to 1 എന്നുള്ള അതിലാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പൊ ഈ ലാർജ് വാല്യൂസിനെ ഇതിനകത്ത് കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി ഗോ ഫോർ ഡിവൈഡ് ബൈ 255 ആണ് മാക്സിമം വരിക. സോ വി ഡിവൈഡ് ഇറ്റ് ബൈ 255. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാല്യൂ ഇപ്പൊ shrink to 0 to 1 ആയി. ആൻഡ് നൗ നമുക്ക് നേരെ അങ്ങ് മോഡൽ ഡിഫൈൻ ചെയ്യാം. ദ സീക്വൻഷ്യൽ, ദ മോഡൽ സീക്വൻഷ്യൽ. ആൻഡ് യു ആർ ഗിവിംഗ് ഇത് എത്രയായിരുന്നു ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് എന്താണ്? ഇറ്റ് ഈസ് എ 20x28 ഇമേജ് ഓഫ് 60,000 ഇമേജസ്. അത്രയും വലിയ സൈസാണ്. അപ്പം നമുക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ഇൻപുട്ട് ആക്കി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലാറ്റൻ എന്ന് പറഞ്ഞത്. 28x28 ഇമേജിനെ ഫ്ലാറ്റൻ. വൈ 28x28? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിട്ടാണ്. ഇനി 3 ചാനൽസ് ഉണ്ടായിരുന്നെ നമ്മൾ RGB ഉണ്ടായിരുന്നെ ഇവിടെ കോമ ഇട്ടൊരു 3 കൂടെ കൊടുത്തേനെ കേട്ടോ. നമ്മൾ പിന്നെ ഓരോ ലെയേഴ്സും പറയുകയാണ്. എത്ര ലെയർ വേണം? ആദ്യം ഒരു ഹിഡൻ ലെയർ വേണം. അത് ഡെൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കണക്റ്റഡ് ആയിരിക്കണം. ഇത് 0x0 ഇതായതുകൊണ്ട് വി ഡോണ്ട് ഹാവ് എനി കൺവല്യൂഷൻ ലെയേഴ്സ്. കൺവല്യൂഷൻ ലെയേഴ്സ് ഒന്നും വെച്ചില്ല. ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഡെൻസ് ലെയർ വെച്ചു. എത്ര ഹിഡൻ ലെയർ യൂണിറ്റ്സ് ഉണ്ട്? 100. അവിടെ എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ? ReLU. അഗൈൻ അടുത്ത ഒരു ഡെൻസ് ലെയർ കൂടെ വെച്ചു. 150 വെച്ചു. ഹിഡൻ ലെയർ സൈസ്. ആക്ടിവേഷൻ എന്താണ്? ഇറ്റ്സ് അഗൈൻ ReLU. ആൻഡ് ലാസ്റ്റിൽ നമുക്ക് എത്രയാണ്? ഡിജിറ്റ്സ് അല്ലേ? 10 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ? 10. ഔട്ട്പുട്ട് ലെയറിൽ എത്ര ഉള്ളൂ? 10. ആൻഡ് ഓൾസോ ദ ഔട്ട്പുട്ട് ആക്ടിവേഷൻ is sigmoid. അത്രേ ഉള്ളൂ. ആൻഡ് യു കമ്പൈൽ യുവർ മോഡൽ. അപ്പൊ കമ്പൈൽ ചെയ്യുമ്പോൾ ഒപ്റ്റിമൈസർ ആഡം and categorical cross entropy, that is again, and it is trained. And again you can evaluate the model. Test ചെയ്യാം. X test കൊടുത്തിട്ട് and you can predict. And you can find out the confusion matrix. കണ്ടോ? ഇതിൽ നമുക്ക് കണ്ടില്ലേ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം വലിയ വാല്യൂസ് ആണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? 3 കണ്ടില്ലേ? പ്രെഡിക്റ്റഡ് 3 ആണ്. പക്ഷെ ആക്ച്വൽ എന്തായിരുന്നു? 2 ആയിരുന്നു. 14 ആണ്. കണ്ടോ? അത് പ്രെഡിക്റ്റഡ് 3 ആയിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു? ആക്ച്വലി 2 ആയിരുന്നു. അങ്ങനെ കുറച്ച് തെറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? ഈ 12 ഒക്കെ 5 ആയിരുന്നു. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്ത എന്താണ്? 3 ആയിട്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ 6.
ആറാണ് പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ എന്തായാലും ശരിക്കും യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് 3 അല്ലേ? അതെ, 3 or 4 അതായത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ കൺഫ്യൂഷൻ മെട്രിക്സ് പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അങ്ങനെയല്ല, ദ സെയിമിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് കൺവല്യൂഷണൽ ഫിൽട്ടർ. കൺവല്യൂഷണൽ ഫിൽട്ടേഴ്സ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ആർക്കിടെക്ചർ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നോക്കാം. സോ ഇൻപുട്ട് ഷേപ്പ് കൊടുത്തു, കൺവല്യൂഷണൽ ഫിൽട്ടർ. അപ്പൊ ഫിൽറ്ററിന്റെ സൈസ് പറയണം, എത്ര ഫിൽറ്റർ വെക്കണം എന്ന് പറയണം, ആൻഡ് വാട്ട് ഇസ് ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇതെല്ലാം പറഞ്ഞു. 3x3 കേണൽ സൈസ് ഉള്ള ഫിൽറ്റർ ആണ്. അതേപോലെ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 32 ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഇൻപുട്ട് ഷേപ്പ്. ആൻഡ് വി ഹാവ് ആഫ്റ്റർ ദ കൺവല്യൂഷൻ ലെയർ വി ഹാവ് ദ പൂളിംഗ് ലെയർ. And again we have to flat dense layer കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും flatten ചെയ്യണം. And again you can do, and you can go for the waters. അപ്പോൾ you have a better result. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഇത് കൂട്ടി എത്ര വേണമെങ്കിലും ചെയ്തു പോകാം. And you can do it. മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ you can make your own network, and you can predict the accuracy. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഹലോ, മനസ്സിലായി? അപ്പൊ ഇത്രയും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. കുറെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കണം. കുറെ സ്റ്റെപ്പുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊരു മോഡൽ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ സ്റ്റെപ്പുകളെല്ലാം മിസ് ഓർത്തിരുന്ന് ഇതേപോലെ ചെയ്യാൻ പ്രയാസമല്ലേ? യെസ്, ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റഡി ഓൺ ദിസ് ഫസ്റ്റ്, then only you can do it. That was a very big problem facing me, because how I will teach all the students this and how I will make them do this. So you can see that this Azure is coming with a solution. അതെന്താണെന്നോട് പറയാം. അത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. So Azure ML ചെയ്യുമ്പോൾ നിങ്ങൾ most important thing you have to do is that don't open your Azure ML don't open your Azure ML in Google. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. You open it in Edge. ഇത് മൈക്രോസോഫ്റ്റ് എഡ്ജിലാണ് Azure ചെയ്യേണ്ടത്. So open it, important thing ആണ്, അല്ല your Azure will not work. അപ്പോൾ അതുകൊണ്ട് open it in ഏതാണ്? Edge, Microsoft Edge, and then you type in Machine Learning Studio, and you will get the Microsoft Machine Learning Studio Classic. You take it. അതെടുക്കുക. ഓക്കെ, എടുത്തു കഴിഞ്ഞാലോ? ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് അത് തുറക്കാൻ ഞാൻ മുമ്പേ ഓപ്പൺ ആക്കിയോണ്ടാണ്. ഓക്കെ, എഡ്ജ് എടുക്കുക, ഇവിടെ എടുക്കുക, മെഷീൻ ലേണിംഗ് സ്റ്റുഡിയോ. അതിൽ എന്താ എടുക്കേണ്ടത്? മെഷീൻ ലേണിംഗ് സ്റ്റുഡിയോ ക്ലാസിക്. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും. ഇതെനിക്ക് സൈൻ ഇൻ ചെയ്താൽ മതി, ഞാൻ ഇതിനകത്ത് എല്ലാം ചെയ്തോണ്ടി. ഇത് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ സൈൻ അപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്താൽ മതി. യൂസിങ് യുവർ ഗൂഗിൾ അക്കൗണ്ട് യു ക്യാൻ സൈൻ അപ്പ്. Then you sign in. After that you will sign in. Okay, ഒരു പ്രാവശ്യം ചെയ്താൽ മതി, സൈൻ അപ്പ് ചെയ്താൽ മതി. And you will open up. അപ്പൊ ഇത് ചെയ്യാം Azure. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നോക്കുക, നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്നത് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന ഇതാണ്. And if you have data sets to give, then you can use data sets. And okay, you have web services. ഈ വെബ് സർവീസിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. എനിക്ക് അതിനെപ്പറ്റി അത്രക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇനി എക്സ്പെരിമെന്റ്സ് ആണ് നമ്മളുടെ കാര്യം. അതിൽ if you want to create a new project,
നമ്മൾ എപ്പോഴും ന്യൂ എന്ന് കൊടുക്കുക. ആൻഡ് യു വിൽ ഗിവ് എ ബ്ലാങ്ക് എക്സ്പെരിമെന്റ്. അത് ചെയ്തു. അപ്പൊ ഇത് നോക്കുക, ഇതിനകത്ത് ഈ ഒരു സ്ക്രീൻ നമ്മൾക്ക് കിട്ടും. ഇനി അത് വളരെ എളുപ്പത്തിൽ ഒരു സാധനം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾക്ക് യു ക്യാൻ എറേസ് യുവർ that one and you can enter your name. ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. That is automobile price prediction. Here I am using linear regression. So automobile price prediction using linear regression. Okay, so this is your project. മറ്റേ പോലെ ഒന്നും വേണ്ട, ഡോണ്ട് വേണ്ട. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കുക, സേവ്ഡ് ഡേറ്റ സെറ്റ്സ് ഉണ്ട്. ഈ സേവ് ഡേറ്റ സെറ്റ്സിൽ ഇഷ്ടംപോലെ സാമ്പിൾ ഡേറ്റ സെറ്റ്സ് ഉണ്ട്. You can use any of this. അല്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഡേറ്റ സെറ്റ് എന്ന് പറയുന്ന അത് കാണിച്ചു തരാം. From which you can have new data sets and you can upload it to your disk. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഡേറ്റ സെറ്റും എടുക്കാം. ആൻഡ് ഇപ്പൊ എനിക്ക് ഓട്ടോമൊബൈൽ പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ പ്രൈസിന്റെ ഡേറ്റ സെറ്റ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. കണ്ടോ? അപ്പോൾ എൻ്റെ റോ ഡേറ്റയാണ്. ആ ഡേറ്റ അവിടെ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. കണ്ടോ? ഈ ഡേറ്റ ഇവിടെ എടുത്തു കഴിയുമ്പോൾ in the right side you can see that this is your automobile price data. And in the right click, when you right click, you can see that data set and you can visualize the data. കണ്ടോ? So in ഏത് കോളം വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. So you can see that this data set consists of 205 rows and it consists of 26 columns. Appa once you have selected symboling ee row select cheyidappam you can look into the statistics. It is a mean value under medium value, minimum value, maximum value, standard valuation, and there are only 6 unique values. ഇതിനകത്ത് മൊത്തം ഡിസ്ട്രിബ്യൂഷൻ എത്രയേ ഉള്ളൂ? 6 യൂണിക് വാല്യൂസേ ഉള്ളൂ. 3 അങ്ങനെ 3 1 2 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 3 കാണാം, 4 പിന്നെ ഏതാണ് 0. ആകെ എത്ര വാല്യൂസേ ഉള്ളൂ? 6 വാല്യൂസേ ഉള്ളൂ. ആൻഡ് ദർ ആർ നോ മിസ്സിംഗ് വാല്യൂസ്. ആൻഡ് വാട്ട് ഇസ് ദ ഡാറ്റ? ദിസ് ഈസ് എ ന്യൂമറിക് ഫീച്ചർ. കണ്ടില്ലേ? ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് ദ ഹിസ്റ്റോഗ്രാം ഓഫ് ദ ഡാറ്റ. ഓരോന്നും എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്, ഓരോ വാല്യൂ. ഓക്കെ, അപ്പൊ അത് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് എവറിഥിങ് യു ക്യാൻ സീ. കണ്ടോ? അതേപോലെ അടുത്തത് നമുക്ക് വാട്ട് ഇസ് ദ ഡാറ്റ? ടു സ്റ്റഡി ദ ഡാറ്റ ആണ്. അപ്പൊ നോർമലൈസിങ് ദ ഡാറ്റ. കണ്ടോ? നോർമലൈസ് ദ ഡാറ്റയിൽ നോക്കുമ്പോൾ ദിസ് ഇസ് എ മീൻ ഓഫ് ദ മീഡിയൻ ഉണ്ട്, minimum value, the maximum value, the standard deviation, and there are unique values, 51 values ഉണ്ട്. And also there are 41 missing values. അപ്പോൾ ഈ 205 റോസിൽ 41 മിസ്സിംഗ് ആണ്. So you can see that here 3 missing values. കണ്ടോ? This is 4. അങ്ങനെ എത്ര മിസ്സിംഗ് ഉണ്ട്? The values are missing. And that is the numeric feature. കണ്ടോ? അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ഡേറ്റനെ പഠിക്കാം. ആൻഡ് അഗൈൻ മേക്ക്. There are 22 unique values. There is no missing values and this is a string. കണ്ടോ? Fuel type. There are 2 unique values. There is no missing value and there is a string. It is a string. കണ്ടോ? അങ്ങനെ എല്ലാ ഡേറ്റനെ നമുക്ക് you can look into all this data. ഏതാ ഡേറ്റ? 26 columns ഉണ്ട്. കണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ഡേറ്റനെ പഠിക്കാം. ഇനി നമ്മൾ തീരുമാനിക്കുവാണ്, നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്തിനാ പറയുന്നത്? ലാസ്റ്റ് കോളത്തിലായിരുന്നു പ്രൈസ്. ഓക്കെ, വിഷ്വലൈസ് ചെയ്തു. നോക്കാം, വിഷ്വലൈസ് ചെയ്തു. വിഷ്വലൈസ് ചെയ്തതിൽ അത് സാധാ ലാസ്റ്റ് കോളത്തിലാണ് പ്രൈസ്. അപ്പൊ ഈ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ കോളംസ് വരുന്നുണ്ട്.
ഓക്കെ, അത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കോളംസും ഒന്നും വേണ്ട, നമുക്ക് സെലക്ട് ചെയ്യാം. യു ക്യാൻ സെലക്ട് കോളംസ് ഇൻ ദ ഡേറ്റ സെറ്റ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യണ്ട, സെലക്ട് ചെയ്യാനാണ് ഇവിടോട്ട് കൊടുത്താൽ മതി, സെലക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യു വിൽ സേ സെലക്ട് കോളംസ് ഇൻ ഡേറ്റ സെറ്റ്. അപ്പൊ എല്ലാ കോളംസും ഒന്നും വേണ്ട എനിക്ക് റിഗ്രഷൻ ചെയ്യാൻ, ഇത്രയും വേരിയബിൾസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കണേ, കണക്ഷൻ കൊടുക്കാതെ ഇത് വർക്ക് ചെയ്യില്ല. എന്നാലും എന്നിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ഗോ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ കോളം സെലക്ട്, എന്നിട്ട് എന്ത് ചെയ്യാം, കോളം സെലക്ടർ എടുക്കാം. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഇനി അത് നോർമലൈസ്ഡ് ലോസസ് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് സിംബലിംഗ് ഏതൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് മാത്രം എനിക്ക് ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കണ്ടോ, ബൈ നെയിം ഉണ്ട്, ബൈ റൂളും ഉണ്ട്. റൂളിലാണെങ്കിൽ എളുപ്പമാണ്, ഇൻക്ലൂഡ് ചെയ്യാം എക്സ്ക്ലൂഡ് ചെയ്യാനും പറ്റും. അയ്യോ, എക്സ്ക്ലൂഡ് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ വേണം. ഇവ നോർമലൈസ്ഡ് ലോസസിൽ ഒത്തിരി മിസ്സിംഗ് ഉണ്ട്, അപ്പൊ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇത് മേക്ക് വേണം, അത് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫ്യൂവൽ ടൈപ്പ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ആസ്പിറേഷൻ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് നമ്പർ ഓഫ് ഡോസ് അതുണ്ട്, ബോഡി സ്റ്റൈൽ അതുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡ്രൈവ് വീൽ, എത്ര ഡ്രൈവ് വീൽ, അത് എൻജിൻ ലൊക്കേഷൻ, അത് പ്രൈസിനുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ്. വീൽ ബേസ് ലെങ്ത്, ഇതിൽ ഏതൊക്കെ വേണോ, നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അതാണ്. ഇതെല്ലാം നമ്മൾ ഈ ഇത് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എന്ത് ചെയ്യാം, ഹോഴ്സ് പവർ, ഏതൊക്കെ വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നോ അതെല്ലാം നമ്മൾക്ക് അവിടേക്ക് മാറ്റാം. ഈ കോളംസ് എന്താ അവസാനം വേണ്ടത്, പ്രൈസ് വേണം അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെ നമ്മൾക്ക് തോന്നുന്നോ ഡിപ്പെൻഡന്റ് ആവുന്നെന്ന് അതെല്ലാം തന്നെ ഇങ്ങോട്ട് മാറ്റാം. എൻജിൻ ടൈപ്പ് വേണം, ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പ്രൈസ് മതിയെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ പ്രൈസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഏതൊക്കെ വേരിയബിൾ ആണോ ഇൻക്ലൂഡഡ് ആക്കേണ്ടത് അതെല്ലാം ഇൻക്ലൂഡഡ് ആക്കാം. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, യു പ്രസ് ദ ടിക്ക്. ഇപ്പൊ നോക്കുക, ഇപ്പൊ നമ്മൾ ഈ ഡേറ്റ സെറ്റ് എടുത്ത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് റൺ ചെയ്യണം. സോ യു ക്യാൻ സീ ദിസ് റൺ ചെയ്താലേ ഇത് ഇങ്ങോട്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പച്ച ടിക്ക് കിട്ടണം. പച്ച ടിക്ക് എത്തിയാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് റൺ. ഓക്കെ, നോക്കുക, യു ലുക്ക് ആൻഡ് യു ക്യാൻ വിഷ്വലൈസ്. നേരത്തെ എത്രയാണ് നമുക്ക് കോളംസ് ഉണ്ടായിരുന്നത്, 26 ആണ്. ഇപ്പൊ നമ്മൾക്ക് എന്താണ്, 12 ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് വാരിയബിൾ എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, മനസ്സിലായോ? അത് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് നോക്കാം, നമ്മളുടെ ഡേറ്റയിൽ ചിലപ്പോൾ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാം. അപ്പൊ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മിസ്സിംഗ് വാല്യൂസ്. അതിന് വേണ്ടി നമുക്ക് ക്ലീൻ മിസ്സിംഗ് ഡേറ്റ പറഞ്ഞിട്ടുണ്ട്, മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അത് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. അപ്പൊ മിസ്സിംഗ് വാല്യൂസ് എടുത്തു, ഇത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, വി സെലക്ട് ദിസ് വൺ. അപ്പൊ ഇവിടെ നോക്കുക ഏതൊക്കെ വേണം, എങ്ങനെയാ മിസ്സിംഗ് വാല്യൂസിനെ ഇവിടെ എടുക്കുന്നത് നോക്കുക. മിനിമം വാല്യൂ ഉണ്ട്, അതേപോലെ മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. ഒരു കോളം സെലക്ട് ചെയ്ത് ആൻഡ് ഹൗ ദ റീപ്ലേസ്മെന്റ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. റീപ്ലേസ്മെന്റ് 0 വെച്ചിട്ട് ഇതിനകത്ത് മിസ്സിംഗ് വാല്യൂ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് all columns by name. ഓക്കെ, ഇതിനകത്ത് മിസ്സിംഗ് വാല്യൂ ഇല്ല. അല്ലായിരുന്നല്ല നമ്മൾക്ക് ഇവിടെ റീപ്ലേസ്മെന്റ് ഒക്കെ വരും. എന്താണ് ഇതില് മിസ്സിംഗ് വാല്യൂസിന് വി ക്യാൻ ഹാവ് നോക്കട്ടെ. ഇതിനകത്ത് വേറെ ഒരു ഡേറ്റ സെറ്റ് മിസ്സിംഗ് വാല്യൂ ഉള്ളത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, വിഷ്വലൈസ്. ഓക്കെ, നോർമലൈസ്ഡ് ലോസസിന് നല്ല മിസ്സിംഗ് വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് സെലക്ട് കോളം ഡേറ്റ സെറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ലോഞ്ച് കോളം സെലക്ടർ വെച്ചു, എന്നിട്ട് നമുക്ക് ഈ നോർമലൈസ്ഡ് ലോസസ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്കിത് റൺ ചെയ്യാം.
ഇത് റൺ ചെയ്തപ്പോൾ ഇവിടെ ക്ലീൻ മെസ്സേജ് ഇവിടെ ഒരു ക്ലിക്ക് കിട്ടി. ഇതിന് ഇത് റൺ ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് അഗെയിൻ അപ്പം നോക്കി ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കിക്കേ. ഇവിടെ ഞാൻ റീപ്ലേസ്മെന്റ് വാല്യൂ കൊടുത്തപ്പോൾ ഇത് ഇത്രയും ഉണ്ടായിരുന്നില്ല മുമ്പ്. അപ്പോൾ ഇതിനകത്ത് റീപ്ലേസ് ബൈ 0 എന്ന് കൊടുത്തു. ഓക്കെ, റീപ്ലേസ് ബൈ 0. ഇനി ഇതിനകത്ത് വേറെ കുറച്ച് കാണായിരുന്നു, ഇതിപ്പോ കാണുന്നില്ല. ദാറ്റ് ഈസ് റീപ്ലേസ് ബൈ മീൻ, മീഡിയം, മോഡ് അങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആ വാല്യൂന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. ഇറ്റ് ഈസ് അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ദ കോളം, ക്ലീനിങ് മോഡ് അതാ ദിസ് ഇസ് റീപ്ലേസ് ബൈ മീൻ എന്ന് കൊടുക്കാം, അല്ല റീപ്ലേസ് വിത്ത് മീഡിയം കൊടുക്കാം, റീപ്ലേസ് വിത്ത് മോഡ് ഏത് വേണേലും കൊടുക്കാം. ഓർ റിമൂവ് ദ എൻറ്റയർ റോ, അതും നമുക്ക് ചെയ്യാം. ഓർ റിമൂവ് ദ എൻറ്റയർ കോളം. അപ്പൊ കൂടുതൽ മിസ്സിംഗ് വാല്യൂസ് വന്നാൽ എന്താണ്, ഇപ്പം മാക്സിമം മിസ്സിംഗ് വാല്യൂസ് 1 വരാൻ പാടുള്ളൂ, മിനിമം ഒക്കെ പറഞ്ഞില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് റീപ്ലേസ് വിത്ത് മീൻ അല്ല റീപ്ലേസ് വിത്ത് മോഡ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യാം, യു ക്യാൻ റൺ. ഇനി നമ്മൾ ആ പച്ച ടിക്ക് പോയി, കാരണം നമ്മൾ ഒരു ഇത് പറഞ്ഞു, അതുകൊണ്ട് അപ്പൊ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് നോക്കാം. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസ് ചെയ്തപ്പോൾ കണ്ടോ, നോർമലൈസ്ഡ് വാല്യൂവിനെ മീൻ കൊണ്ട് കണ്ടോ ഇവിടെ നോ മിസ്സിംഗ് വാല്യൂസ് കണ്ടില്ലേ. നമ്മൾ അത് ഡേറ്റ സെറ്റ് ക്ലീൻ ചെയ്തു. സോ യു ക്യാൻ ക്ലീൻ യുവർ ഡേറ്റ സെറ്റ്. അങ്ങനെ നമ്മൾ ഡേറ്റ എല്ലാം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ, അടുത്ത നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകാം. നമ്മൾ ഡേറ്റയുടെ മേലെയുള്ള കളിയൊക്കെ കഴിഞ്ഞു. So now we are going for എന്താണ്, so you have split the data. എന്തിനാ സ്പ്ലിറ്റ് ചെയ്യേണ്ടേ, ആസ് എന്താണ് ട്രെയിൻ സെറ്റ് ആൻഡ് ഇത് ക്ലീൻ ഡേറ്റ സെറ്റ് ഇവിടേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. സ്പ്ലിറ്റ് ദ റോസ്, ഇവിടെ നമുക്ക് എത്ര സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, 0.5, ദാറ്റ് ഈസ് ട്രെയിൻ സെറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ട്രെയിൻ സെറ്റ് നമ്മൾ ഒരു മാക്സിമം ഡേറ്റ കൊടുക്കണം. സോ വി സേ ദാറ്റ് ഇറ്റ് ഈസ് 0.75. and the random seed നമ്മൾ നമ്പർ കൊടുക്കുക എന്തെങ്കിലും, so that you will get it. എന്നിട്ട് എന്ത് ചെയ്തു, we go for it. എന്നിട്ട് നമ്മൾ വീണ്ടും റൺ ചെയ്തു, ഇത്രേ ഉള്ളൂ, സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യണാൽ ആദ്യത്തെ കാര്യം എന്താണ്, അൽഗോരിതം എടുക്കണം. ഇതെന്താണ്, ലീനിയർ റിഗ്രഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, we go for linear regression. അപ്പം ലീനിയർ റിഗ്രഷൻ. സോ ദിസ് ഇസ് ദിസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ റിഗ്രഷൻ എടുത്തു. ഇനി അത് കഴിഞ്ഞിട്ടാണ് മോഡൽ ട്രെയിൻ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ട്രെയിൻ. ഓക്കെ, അപ്പൊ ട്രെയിൻ മോഡൽ ഇതാണ് നമുക്ക് വേണ്ടത്. അതാ ദിസ് ഇസ് ട്രെയിൻ മോഡൽ. കണ്ടോ, അപ്പൊ എന്താണ്, ഒരു സ്ഥലത്തൂടെ നമ്മൾ എന്ത് കൊടുക്കണം, we have to give the algorithm. Next എന്ത് ചെയ്യണം, you have to give the train data. കണ്ടോ, അത് സ്പ്ലിറ്റ് ഡേറ്റ കൊടുത്തിട്ടില്ല. ഇത് ഏതാണ്, ഇത് ട്രെയിൻ ഡേറ്റ ആൻഡ് ദിസ് ഇസ് ദ ടെസ്റ്റ് ഡേറ്റ. ടെസ്റ്റ് ഡേറ്റ ഈസ് ഗിവൺ ഫോർ ഇവാലുവേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഡേറ്റ. എന്നിട്ട് we run the data. ഓക്കെ, അപ്പൊ ഈ ട്രെയിൻ മോഡലിൽ ഒരു കാര്യം കൂടി പറയണം, വിച്ച് കോളത്തിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പറഞ്ഞില്ലായിരുന്നു. പ്രൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. സോറി, അത് പറയാഞ്ഞുകൊണ്ടാണ് അവിടെ റെഡ് ആയിട്ട് നിന്നത്. ഓക്കെ, അത് നമ്മൾ പറയണം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രൈസ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അത് ട്രെയിൻ ചെയ്യാതെ നിന്നത് അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തില്ലായിരുന്നു. ഓക്കെ, ട്രെയിൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു സ്കോർ ദ മോഡൽ ആൻഡ് ഓൾസോ ഫോർ യു ഹാവ് ടു എന്താണ് ഇവാലുവേറ്റ് ദ മോഡൽ. സോ സ്കോർ ദ മോഡൽ. സ്കോർ ദ മോഡൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് യു ഹാവ് ടു okay
അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു? We give the split data. Score ചെയ്യുമ്പോൾ we have to give the split data. And now we have to evaluate. നമ്മുടെ എന്താണ് മെട്രിക്സ് ഒക്കെ ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? We go for evaluation. Evaluates the model. So, another winter. Okay, right. And now you can visualize. Evaluation result you can visualize. What is the matrix, error, histogram, everything you will get. നമുക്ക് ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ്, അബ്സല്യൂട്ട് എറർ എത്രയാ, നമുക്ക് we can go for all those things. അപ്പൊ നമുക്ക് എത്രയാണോ പ്രെഡിക്റ്റഡ് വാല്യൂന്റെ എറർ ഒക്കെ നമുക്ക് കുറവാണ്, കൂട്ടാനും ഒക്കെ ഇനി നമ്മൾ കൊടുത്ത സാധനങ്ങൾക്ക് ഡേറ്റയിൽ കൂടുതൽ മാനിപ്പുലേഷൻസ് നടത്തണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഇവിടെ എന്തുണ്ട്? വി ഹാവ് ഓൾ ദോസ് ടൂൾസ് ഫോർ ദാറ്റ്. എല്ലാം ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ. ഇനി ഇത് എങ്ങനെയാ മിസ്സെ പഠിക്കുന്നത്? പഠിക്കാനൊന്നും പ്രയാസമില്ല. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നോക്കുക, എക്സ്പെരിമെന്റ്സ് ചേർക്കുമ്പോൾ തന്നെ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ സാമ്പിൾസ്. കണ്ടോ, ഇവിടെ സാമ്പിൾ ആയിട്ട് ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് സേവ് ആസ് എന്ന് കൊടുത്താൽ മതി. കണ്ടോ, ദിസ് ഈസ് ഹൗ ഇവാലുവേറ്റ് ദിസ്. ആർ സ്ക്രിപ്റ്റ് വേണം എന്നൊന്നുമില്ല, പൈത്തൺ സ്ക്രിപ്റ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി നിങ്ങൾ. ആൻഡ് അഗൈൻ ഇമ്പോർട്ട് ഡേറ്റ, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഡേറ്റ സെറ്റ്, ഇതെല്ലാം നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ ഇതിനെ നമുക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സേവാസ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ കോപ്പി എസ് പറഞ്ഞ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഓക്കെ ഓക്കെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൈ എക്സ്പെരിമെന്റ്സ് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സാമ്പിൾ കിട്ടും. ഓക്കെ, സാമ്പിൾ 1 ഞാനിപ്പോൾ ചെയ്തതാണ്. കണ്ടില്ലേ, ഈ ഡേറ്റ കിട്ടും. ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ആൻഡ് യു ക്യാൻ സ്റ്റഡി. ഓക്കെ, ഇത് വേറെ ഡേറ്റ ഉള്ളതുകൊണ്ടാണ്. ആൻഡ് യു ക്യാൻ സ്റ്റഡി ഓൺ ഇറ്റ്. അപ്പോൾ എത്ര സാമ്പിൾ വേണമെങ്കിലും ഉണ്ട്, അതേപോലെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി ചെയ്ത് നോക്കാം. ആൻഡ് എവറി കൈൻഡ് ഓഫ് മാത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് നോക്കുക, air flight delay. ഇതിനകത്ത് നോക്കുമ്പോൾ you have to convert the data set, you have to scrub it off the missing values and select columns in the data, edit the data, and okay, you can apply math operation. അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും you can do it. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് വഴിയോ ചെയ്തു you can do it. This is much better and much easy to do എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. Hello, this is what I want to say and I want to share with you. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ ഇല്ലയോ എന്നുള്ളത് പറയാം അഭിപ്രായം. ആൻഡ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് enough to do any projects, you are welcome. If you want any further training also, I can do it. Okay. Okay. എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ മൈക്രോസോഫ്റ്റ് അഷ്യൂർ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ML സ്റ്റുഡിയോ